ക്ഷീരവികസന മന്ത്രി വാർത്ത കണ്ടിട്ട് പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അത് എത്രയും പെട്ടെന്ന് തന്നെ അവർ പ്രതികരിച്ച് അതിനുള്ള മറുപടി കിട്ടും. അതിൽ സന്തോഷമുണ്ട്. കാരണം പിന്നെ ആളുകൾക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻ നൽകണമല്ലോ. അതിൽ ഒന്നാം ഘട്ടം അവർ വിജയിച്ചു. പക്ഷെ ശരിക്കും ഒരു സ്കീമൊക്കെ അനുവദിച്ച് ഒരു ക്ഷീരമേഖലയിലെ ഒരു കർഷകരെ പിന്നെ പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് എത്തിക്കാൻ, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ നോക്കുവാണോ? അതേകണക്ക് ഓരോ സ്കീമിന്റെ വാഗ്ദാനമൊക്കെ നൽകി അതിനെ പോയ കൊടക്കടിലോട്ടൊക്കെ തള്ളിയിടാനാണോ ശരിക്കും നോക്കേണ്ടുന്നത്? അന്നേരം ഒരു 42,000 രൂപ സബ്വെൻഷൻ സ്കീമിൽ എനിക്ക് തന്നു, അത് ശരിയാ. പക്ഷേങ്കിൽ അത് മുന്നോട്ട് ഈ ലോൺ തീരുന്നിടം വരെ ഉണ്ടാകുമെന്നോ ഒന്നും നമ്മൾക്ക് അറിയിച്ചിട്ടും അതിനൊരു രേഖാമൂലം അതിനൊരു ക്ലാരിഫിക്കേഷനൊന്നും നമുക്ക് തന്നിട്ടേ ഇല്ല. അത് പറയാനും അപ്പൊ ഇതേ കണക്ക് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് സ്കീം MSDP പദ്ധതിയുടെ സ്കീം കിട്ടി എന്നറിയിച്ചു. ഒരു സുപ്രഭാതത്തിൽ പറയുക ആ സ്കീം ഇനി തരത്തില്ല, അത് ക്യാൻസലായി. അതേ കണക്കാണ് ഇനി വരുന്ന ഈ പറയുന്ന 42,000 രൂപ കിട്ടിയതിന്റെ 4 മാസത്തെ പലിശ രീതി കിട്ടിയതിന്റെ സ്കീമും അതേ രീതി നിർത്തലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരോട് ചോദിക്കും? അത് സർക്കാരിന്റെ പദ്ധതിയല്ലേ, സർക്കാർ അനുവദിച്ച അങ്ങനെയല്ലാണ്ടൊക്കെ ഇപ്പൊ പറയുന്നത്. എന്നിരുന്നാലും ബാധ്യത വന്നത് നമുക്കൊരു സത്യമായ വസ്തുതയാണ്. ഈ സ്കീമിന്റെ പുറത്തൊരു ബാധ്യത വന്നത്, അതായത് നമ്മുടെ സ്വന്തം കാര്യത്തിനൊന്നും വേറെ കാര്യത്തിനൊന്നും എടുത്ത് ചെലവാക്കിയതോ ഒന്നുമല്ല. അപ്പം ഈ ഒരു പദ്ധതി നമുക്ക് കറക്റ്റാക്കി തരിക എന്നുള്ളതും കൂടെ അവരുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ സബ്വെൻഷന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പദ്ധതിക്ക് 42,000 രൂപ തന്നത് അവർക്ക് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പുതിയ സ്കീം അത് വെച്ചപ്പം അതിന്റെ തന്നിട്ട് ആ സ്കീമിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഈ തന്ന പൈസ അവർ തിരിച്ചു പിടിച്ചോട്ടെ. പക്ഷേങ്കിൽ നമുക്ക് മറ്റേ സ്കീം റെഡിയാക്കി തരട്ടെ, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കാര്യം അവർ ചെയ്യട്ടെ. നമുക്കൊരു നഷ്ടം വരാതെയും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലും അല്ലേ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് വരേണ്ടുന്നത്. ജനങ്ങളുടെ പക്ഷത്ത് ജനങ്ങളെ നന്നാക്കാനല്ലേ നോക്കേണ്ടുന്നത്. മന്ത്രിയും ഭരണപക്ഷവും നോക്കേണ്ടുന്ന കാര്യം. ഓരോരോ പേരുകളിൽ ഓരോരോ സ്കീം ഉണ്ടാക്കി അതിനകത്ത് ആളുകൾ പൂർത്തിയാക്കിയ സ്കീമുകളും ഉണ്ട്, പിന്നെ അത് പകുതി വഴിക്ക് നിർത്തലാക്കിയ സ്കീമുകളും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം MSDP പദ്ധതി സ്മാർട്ട് ഡയറി യൂണിറ്റ് എന്നും പറഞ്ഞൊക്കെ ഓമന പേരൊക്കെ ഇട്ട് ഒരു സ്കീം ഉണ്ടാക്കി തന്നു. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതുമില്ല, അത് നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. പിന്നെ അതിനുള്ള കടക്കെണി നമുക്ക് വരികയും ചെയ്തു. അന്നേരം പിന്നെ വേറെ ഓരോ പദ്ധതികളിൽ നമുക്കത് ഉൾപ്പെടുത്തി ആ നഷ്ടം പരിഹരിക്കാനുള്ള കാര്യം നോക്കണം. അല്ലാതെ നഷ്ടം പരിഹരിക്കുന്നത് ഇപ്പം ഈ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്നുള്ള പദ്ധതി പിന്നെ നമുക്ക് കിട്ടിയത് പലിശ ബാങ്കുകാർക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ്. അതപ്പോ ഈ കർഷകരെ സഹായിക്കുന്നതാണോ ബാങ്കുകാരെ സഹായിക്കാനാണോ? നമുക്ക് ആ സബ്സിഡി എത്ര രൂപയെന്ന് വെച്ചാൽ അത് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ ആ ബാങ്ക് അത് അത്രയും തുക അടച്ച് ആ എമൗണ്ട് ഭാരിച്ച എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള തുച്ഛമായ അടവ് നമ്മുടെ ഈ വരുമാനത്തിൽ നിന്നും മടങ്ങി പോകാനുള്ളതേ ഉള്ളൂ. അതായിരുന്നു ചെയ്യേണ്ടുന്നത്. അതിൽ ഈ MSDP പദ്ധതിയുടെ തന്നെ ഫണ്ട് തീർന്നെന്ന് പറഞ്ഞ് പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ വർഷം 24-25 വർഷത്തെ സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തന ഫണ്ടിന് പിന്നെ പല ജില്ലകളിൽ, കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ പല വനിതകൾക്കും അല്ലാതെയും പല പല സ്കീമുകൾ ഉൾപ്പെടുത്തി ഈ കേരളത്തിലുടനീളം പല പേരുകളിൽ ഇപ്പൊ MSDP പദ്ധതി സ്മാർട്ട് ഡയറി യൂണിറ്റ് എന്നുള്ള പേരിലല്ല, അതേ പ്രോജക്റ്റ് വെച്ച ആൾക്കാരായിരിക്കാം അവരും. പിന്നെ അവർക്കും അല്ലാത്തവർക്കൊക്കെ ആയിട്ട് പല പേരുകളിലിട്ട് പല പദ്ധതിക്കായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അത് 3,40,000 മുതൽ 3,80,000 കൊടുത്തവരുണ്ട്, 5 ലക്ഷം വരെ കൊടുത്തവരുണ്ട്, കിട്ടിയവരുണ്ട്. അപ്പം ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വക മാറ്റി ചെലവഴിക്കുന്നതിന് പകരം ഈ പ്രവർത്തിപ്പിച്ച് കാണിക്കണമായിരുന്നു ഒരു സ്കീം വെച്ചത്. സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്കീം പാസ്സാക്കി വന്നു, നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ബാങ്കിന്റെ സഹായത്തോടു കൂടി ചെയ്തു, അതെല്ലാം പാസ്സാക്കി ബാങ്കിന്റെ എമൗണ്ട് എല്ലാം തന്ന് നമ്മളത് ചെലവഴിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ പദ്ധതി മാറ്റിവെച്ചു എന്നുള്ളത്. അപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാങ്കുകാർക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടോ? ഇല്ല. പിന്നെ ഇനി ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നമുക്കത് നിർത്തി വെക്കാൻ പറ്റുമോ? ഇതിപ്പം വേറെ എന്തെങ്കിലും കാര്യമാണോ എന്തെങ്കിലും ചെയ്യാൻ? ഇപ്പം
കന്നാലിയെ വാങ്ങിച്ചു, അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതേ സ്കീം അവര് നമുക്കത് നടത്തി തരണമായിരുന്നു, എന്ത് വില കൊടുത്തു. അതവർ ചെയ്തില്ല.